ബ്രൂട്ട് പഴയ പോലെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ പൂച്ചകൾക്ക് നാട്ടിലൊക്കെ ഒരു വില വന്ന് ഇല്ലടാ സോമ. ബായ് അത് വിട്, തങ്കം വീണ്ടും സൂചാടിയിട്ടാ, ബായ് ഒന്ന് സൂക്ഷിച്ചോ. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് തങ്കം പോലെ സൂചാടിയിരിക്കുകയാണ് ഗായ്സ്. പഴയ എതിരാളിയായ രാജുപൂച്ചിനെ കൊല്ലാനാണ് സൂചാടിയതെന്ന് ജനറൽ ഇന്റലിജൻസ് വിങ് പുറത്തുവിട്ടു. തങ്കോ അപ്പൊ നീ ഒന്നും മറന്നിട്ടില്ല അല്ലതാ. തങ്കോ കഴിഞ്ഞത് കഴിഞ്ഞു. പഴയ കണക്ക് വല്ലതും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ വന്നാ 8ന്റെ പണി നിനക്ക് കിട്ടും. മറക്കാന്നോ? അതെന്താ അങ്ങനെ തോക്ക്? നിന്നെ കൊള്ളാൻ വേണ്ടിട്ടല്ല ഞാൻ തൂതാതിയത്. ഇന്ന് രാത്രി തോത്ത നിന്റെ ശവം കൊച്ചിയിൽ പൊങ്ങോ. തങ്കോ അപ്പൊ നീ എന്തായാലും എന്നെ കൊല്ലുന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഈ കോളിൽ ഒരാളെ കൂടി ആഡ് ചെയ്യേണ്ടി വരും. ശശിക്കൊക്കെ പണി തുടങ്ങടാ. ഏതാ എന്റെ മോൻ, ഏതാ അവനെ ഒന്ന് തീർന്നതാ. ശശിക്കൊക്കെ തീർക്കടാ. ഏതാ വേണ്ടതാ എന്റെ മോനെ വെറുതെ വലുതാ. ഞാൻ നിന്റെ ഏരിയക്ക് വരില്ലടാ. പുലിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പൂച്ചകളുടെ മെക്കെട്ട് കയറാൻ വന്നാണ്ടല്ലോ. തങ്കോ നിന്നെ കണ്ണിടിച്ച് തിരിക്കും. ശശിക്കൊക്കെ വിട്ടേക്കടാ. ചരിത്രാധീന കാലം തൊട്ട് ഇന്നേ വരെ നമ്മൾ ഈ കാണുന്ന കൊച്ചു കേരളത്തിലെ ഓരോ വീടും യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചു പോകുന്നത് നമ്മുടെ കാഴ്ചയ്ക്ക് അതീതമായി നിലകൊള്ളുന്ന ചില ഗൂഢശക്തികളാണ്. ഇവയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അതിനിഗൂഢമായ 2 ശക്തികളുള്ളൂ. ഇൻസ്റ്റഗ്രാം റീൽ ഇന്റലിജൻസ് ഏജൻസികൾക്കിടയിൽ ഈ 2 ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് 2 കോഡ് നെയിംസിലാണ്. ഒന്ന് അതിനിഗൂഢമായ കുടുംബശ്രീ ആക്സസ് and online Amman access. This video is a documentary of these 2 Indo-Kerala mega syndicates. ജീവിതത്തിൽ അമ്മയെക്കായും വലിയ പോരാളി മറ്റാരുമില്ല. അപ്പൊ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പോരാളികളുള്ള ഗ്രൂപ്പാണ് കുടുംബശ്രീ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മക്കളോട് സ്നേഹമുള്ള അമ്മമാർ ഈ ഗ്രൂപ്പിൽ. ഞാനൊക്കെ ഒരു ഗ്യാസ് കുറ്റി എടുത്ത് പൊക്കാൻ മുക്കും. പക്ഷെ ഇവര് ഗ്യാസ് കുറ്റി തലേന് മേലെ വെച്ച് ഡാൻസ് കളിക്കും. ഈ നെക്സസിൽ ഡിസ്കസ് ചെയ്യാത്ത കണ്ടന്റ്സ് ഉണ്ടാവും. ഉപ്പോട്ട് കറുപ്പൂരം വരെ ഇവർക്ക് കണ്ടന്റ് ആണ്. എല്ലാ സിനിമാ നടന്മാരുടെ ജീവിത പ്രശ്നം ഇവരുടെ ജീവിത പ്രശ്നമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മാവേലി സ്റ്റോറിൽ ഡിസ്കൗണ്ട് വരുമ്പോൾ, രണ്ടാമത് ഇവരുടെ ഫേവറേറ്റ് സീരിയൽ ഇവർ കാണും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്നത് ഇവിടെയാണ്. കേരളത്തിലെ സ്പെഷ്യലൈസ്ഡ് ടാലന്റ് ഉള്ള ഡാൻസേഴ്സ് ഉള്ളത് ഈ ഗ്രൂപ്പിലാണ്. ഈ ഒരു ഗ്രൂപ്പിന്റെ മോട്ടീവ് എന്താണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവരാരും ഒന്നും പറയില്ല. കാരണം ആ ഗ്രൂപ്പിലുള്ള ആർക്കും അറിയില്ല ഈ ഗ്രൂപ്പ് എന്തിനാ തുടങ്ങിയിരിക്കുന്നത്. ഇവർക്ക് ഈ ലോകത്തെ എല്ലാ റെസിപ്പീസും അറിയാം, പക്ഷെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാൻ അറിയില്ല. എവിടെ ടാലന്റ്? അവിടെ ഇതിനകത്ത് എന്ത് ടാലന്റ് ഉള്ളത്? ടാലന്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ബേബി പ്ലേ ദ മ്യൂസിക്. തലയിൽ വിളക്കോളത്തിൽ ഡാൻസ് കളിക്കും, രാത്രി പോസ്റ്റിന്റെ വെളിച്ചത്തിന് ഡാൻസ് കളിക്കും, എന്തിന് പോസ്റ്റിന്റെ മേലെ കയറി ഡാൻസ് കളിക്കും. ഇവരുടെ പ്രസൻസ് ആദ്യമായി ഞാൻ ഇന്റർനെറ്റിൽ കണ്ടത് 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഈ വീഡിയോയിലാണ്. നമ്മുടെ ദീപം കുടുംബശ്രീയിലെ അംഗമായ സുശീല അവറുകളുടെ കുടവടി മത്സരമാണ്, കുടമുകുത്ത് മത്സരം ആണ് ഇനി നടക്കാൻ പോകുന്നത്. കുടാവുതടി കുടാമുതടി കൊടുത്തി പെണ്ണേ, ചട്ടമ്പികളായ പുരുഷന്മാരെ ഇയാളാരും ഇവിടെ കൊണ്ടുപോയി എടോ ബാക്ക് പോടോ. കുടത്തിന്റെ വില പറയടി കൊടുത്തി പെണ്ണേ. വെയിറ്റ്, how it is aerodynamically possible to dance like this? This stage is body proportion and wingspan is breaking the law of gravity. കുടത്തിന്റെ വില പറയടി. അവർ മെല്ലെ മെല്ലെ ഇന്റർനെറ്റ് പിടിച്ചടക്കാൻ തുടങ്ങി. അവർ പോസ്റ്റ് ഇടാൻ തുടങ്ങി. അവർ റീൽ വീഡിയോസ് എടുത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവർ ലൈവ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. എടാ മക്കളെ, ഇന്ന് രാത്രി 8:30 യൂട്യൂബിൽ ഒരു ലൈവ് ഉണ്ട്, എല്ലാരും വന്നേക്കണോ. ചട്ടമ്പികളായ പുരുഷന്മാരെ ഇയാള് വീട് ഇയാൾക്ക് എന്തിനാണ്? എടോ ബാക്ക് പോടോ, ലേഡീസ് ഫസ്റ്റ്. എനിക്കും കൂടി ലൈവ് സ്ട്രീം ചെയ്യാൻ പേടിയാണ്. ഇപ്പൊ കുടുംബശ്രീയിലെ ചേച്ചിമാരടക്കം ലൈവ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. എന്ത് ചിന്തയ്ക്കാണ്? നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് പേരാണ് വിജയലക്ഷ്മി പാടശ്ശേരി. ഇവർക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഇവർ ഫോട്ടോയിൽ വോയിസ് ഓവർ ചെയ്യുന്നിട്ട് അത് എഴുതിയും വെക്കും. കാണാതെ ഇരിക്കുമ്പോൾ ഓർക്കുന്നതാണ് സ്നേഹം. അപ്പൊ കണ്ടിരിക്കുമ്പോ ഓർക്കുന്ന എന്ത് വാണോ? സോറി ഗൈസ്, കുറച്ച് ദിവസമായിട്ട് ജീവിതം ശരിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോമഡി അടിക്കുന്നത്. കടന്നു പോകാൻ വേണ്ടി ആരും വരാതിരിക്കുക. എന്തേലും പറയണല്ലോ എന്ന് പറഞ്ഞിട്ട് വാണത്തരം പറയാതിരിക്കുക. ലൈൻ സെറ്റാക്കാൻ നടക്കുന്ന ആൾക്കാർക്ക് വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ ഒരു സെന്റൻസ് പറഞ്ഞുതരാം. എന്റെ ഹൃദയത്തിൽ പെണ്ണേ നിനക്കായി വലിയൊരു ഒഴിവുണ്ട്, അതിനെ കൈക്കൂലിയും ശുപാർശയും ആവശ്യമില്ല. ഇത് പറഞ്ഞോണ്ട് ചെന്നാ മതി. അവള് 4 മണിക്ക് കൊഞ്ഞയ്ക്കൊരടി തരും. പെട്ടെന്നാണ് ഞാൻ ആരും അല്ലാതെ ആയത്, ഞാൻ സ്നേഹിച്ചവർക്കൊക്കെ. ഓ ഷിറ്റ്, എന്റെ ഹൃദയം മേടിക്കുന്നത് കേട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത കണ്ടസ്റ്റിലേക്ക് കിടക്കാം. അടുത്ത കണ്ടസ്റ്റന്റാണ് ഡോക്ടർ രമണി. നമസ്കാരം, ഞാൻ ഡോക്ടർ രമണി, ആസ്ട്രോളജിസ്റ്റ്. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള മന്ത്രമാണ് ഇത്. ഈ മന്ത്രം നമുക്ക് ഒരു നെയ്വിളക്കിന് മുന്നിലിരുന്ന് എല്ലാ ദിവസവും നിത്യം 1008 ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആകർഷണവും വന്നു ചേരുന്നത്. ഓം ക്ലീം ഗണാനാംബി ചേതൻസി ദേവി ഭഗവതി ഹീസ ബാലാദികൃഷ്യ മോഹേ മഹാമായ പ്രയച്ചതി. എന്നാ പിന്നെ ഈ ചേച്ചിക്ക് നിലവിളക്കിന് ഉമ്മർത്ത് നിന്നത് കൊണച്ചാ പോരെ, വെറുതെ എന്തിനാ പണിയെടുത്ത് ജീവിക്കുന്നത്? ഇത് 1009 തവണ ചൊല്ലുമ്പോഴേക്കും നാവളിക്ക് ആള് പടിയാ. ചട്ടമ്പികളായ പുരുഷന്മാരെ ഇയാള് വീണ്ടും എന്നാ പറഞ്ഞ തൊലക്കി ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ അതേ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെ എന്തുകൊണ്ട് ഗുണ്ടികൾ എന്ന് വിളിക്കുന്നില്ല? ഇയാളുടെ ജീവിതകാലം മുഴുവൻ ഇയാൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ തപ്പി നടക്കായിരുന്നു. വാർദ്ധക്യം വാതിൽ മുട്ടുമ്പോഴും അയാൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. വയസ്സായ കാലത്ത് ഇയാളുടെ കിഴപ്പ് നോക്ക്. പെണ്ണുങ്ങളെ ഗുണ്ടി എന്ന് വിളിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ്.
ഓ ഓ അയാളെ പിടിച്ച് തിങ്ങപ്പോ. ഇതെന്ത് വീഡിയോ കോൾ ലീക്ക് ആയതാണോ? സ്വന്തം അക്കൗണ്ടിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമ്മാവ നിപ്പിള് കാണുന്ന ഒന്ന് മറച്ചു പിടിക്ക്. അമ്മാവന്റെ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അമ്മാവൻ ഇത് തന്നെ പണി കഴിയും. ഷർട്ടില്ലാണ്ട് നിപ്പിള് കാണിച്ചിട്ട് പെണ്ണുങ്ങളെ റിയാക്ട് ചെയ്യും. ഇതെന്തോ ഇത് പാവയ്ക്കൊക്കെ പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ? ഇതിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ ഫുള്ള് ചെരുപ്പ് കൊണ്ടടി. പാണ്ടി കരിമ്പാറ പൊലയാടി, ഇയാള് പാണ്ടിയാണ്. Ask your mom about my performance, മോനെ. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകാത്ത, ഇവരൊക്കെ എന്തിനാ നിപ്പിൾ കാണിച്ച് വീഡിയോ ചെയ്യുന്നത്? ആരെ അട്രാക്ട് ചെയ്യാൻ? ഇയാളുടെ വിചാരം ഇയാളുടെ വീഡിയോ കണ്ടിട്ട് ഗേൾസ് ഇങ്ങനെ റിയാക്ട് ചെയ്യാന്ന്. വാവ്, വാട്ട് എ ഹാൻസം അങ്കിൾ. ഓ ദാറ്റ് ബ്രൗൺ കളർ നിപ്പിൾസ്. എനിക്ക് ഇപ്പൊ തന്നെ ഇയാളോട് പെനിട്രേറ്റ് ചെയ്യണം. ഇന്നത്തേക്ക് ഇത്രയും മതി ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് ഒരുത്തിനെ അച്ചീവ് ചെയ്തില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നോട് ഒരു സ്നേഹവുമില്ല. പിന്നെ കുറേ പേര് ഗെയിമിംഗ് ചാനൽ കൺസിസ്റ്റൻ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗെയിമിംഗ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ഗെയിമാണ് കളിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗെയിമിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ. എങ്ങോട്ടതാ ഓതുന്നേ? നീയാതാ എന്നെ മകൻ തിന്നത്. ഇവനവതെ പോയി. അങ്കയ്ക്കോ ശശികുമാരോടോ അവന്റെ കളി. この車輪がお前はどこまで見えている